بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും എത്തിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ സഹചാരി എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് കടബാധ്യതകളുടെ പുതിയ രീതികൾ കടന്നു വരികയാണ്. മനുഷ്യന് വായ്പ കിട്ടാൻ, കടം വാങ്ങാൻ, ലോൺ എടുക്കാൻ എമ്പാടും സൗകര്യങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികളും സാധ്യതകളും ഏറെ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ സാമ്പത്തിക രംഗത്ത് ചീത്തയാക്കാൻ, വഷളാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കടം ഗൗരവമാണെന്ന് അവനെ അവന്റെ മതം പഠിപ്പിക്കുകയാണ്. കടത്തോടുകൂടെ മരിക്കുന്ന ഒരു മനുഷ്യന്റെ പാരത്രിക ജീവിതത്തെ എത്ര കണ്ട് ഗൗരവത്തോടെ കൂടെയാണ് പരിശുദ്ധമായ പ്രമാണങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞ മഹാന്മാരായ നമ്മുടെ ഉപ്പമാർക്ക്, നമ്മുടെ പൂർവികരായ കാരണവന്മാർക്ക് സാമ്പത്തിക രംഗത്ത് ഒരു വലിയ പക്വത ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. പിശുക്ക് എന്നൊന്നും അതിനർത്ഥമില്ല. ജീവിതത്തിൽ അവർക്ക് നേടാനുള്ളതൊക്കെ അവർ നേടുകയും ചെലവ് ചെയ്യേണ്ടതൊക്കെ ചെലവ് ചെയ്യുകയും എന്നാലും ഒരല്പം സമ്പാദിച്ചു വെക്കുകയും അവസാനത്തെ കഫൻപുടവയും ഖബറിന്റെ മൂടപ്പലകയും വാങ്ങാനുള്ള പണം പോലും അവരുടെ ചെറിയ പെട്ടികളിലും മണിപ്പേഴ്സുകളിലും അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നീറുന്ന സങ്കടം കടബാധ്യതയെ കുറിച്ച് പറയുന്ന ഒരവസ്ഥയാണ്. സ്വാഭാവികമാണ്, നമ്മളെപ്പോലെ ഉള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ ദ്വാരക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്ന ഒരു വലിയ സങ്കടത്തിന്റെ വസിയത്ത് കടബാധ്യതയുടെ തന്നെയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ സാമ്പത്തിക രംഗത്ത് ബുദ്ധിമുട്ടുന്ന അവസ്ഥയും കാണപ്പെടുന്നുണ്ട്. എങ്ങനെ വന്നാലും ഇതെല്ലാം സംവിധാനിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന്റെ പരിഹാരം ഭൂമിയിൽ വെക്കാതിരുന്നിട്ടില്ല. റജബ് മാസം ബറക്കത്തിന്റെ മാസമാണെന്ന് നമ്മൾ പറയാറുണ്ട്. റജബിന്റെ ബറക്കത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ നമുക്ക് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുള്ള ഒരു സമയമാണ് റജബ് മാസത്തിന്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ. പരമാവധി അങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഞാൻ ഒന്നുകൂടി പറയാം, സാമ്പത്തിക രംഗത്തെ പക്വത മുസ്ലിം ഉമ്മത്ത് എപ്പോഴും ചിന്തിക്കണം എന്നതാണ് പരിശുദ്ധമായ മതം നമ്മെ നിർബന്ധിക്കുന്നത്. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് പക്വതയില്ലാത്ത മനുഷ്യരെ കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞു. ദൂർത്തടിച്ചും സമ്പത്തിന്റെ വിലയെ മാനിക്കാതെ അത് ചെലവ് ചെയ്തു പണത്തെ നശിപ്പിച്ചു കളയുന്ന വിഡ്ഢികളുടെ കയ്യിൽ ഒരിക്കലും നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ പണം ഏൽപ്പിക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ. പണം എന്ന് പറഞ്ഞാൽ അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പാണ് പണം. അള്ളാഹു നിങ്ങളുടെ സൊസൈറ്റിയുടെ നിലനിൽപ്പായി പണത്തെ അള്ളാഹു സ്ഥാപിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകട്ടെ. വർസുഖൂഹും ഫിഹാ വക്സുഹും വഖൂലു ലഹും ഖൗലൻ മഅറൂഫ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം കേട്ടോളൂ. ഇമാം ഫഖ്റുദ്ദീൻ റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്, ഇന്നൽ ലാഹിറ അന്നഹിയു ലിത്തഹ്രീം. സാമ്പത്തിക പക്വതയില്ലാത്ത കുട്ടികളുടെ കയ്യിലോ സ്ത്രീകളുടെ കയ്യിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരുടെ കയ്യിലോ ആ ആളുകളുമായി ബന്ധമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പണം ഏൽപ്പിക്കുക എന്നത്, പക്വതയില്ലാത്തത് ബോധ്യമായതിന്റെ കൂടെ തന്നെ പണം ഏൽപ്പിക്കുക എന്നത് ഹറാമാണെന്ന് അറിയിക്കാനാണ് ഈ ആയത്തിന്റെ അവതരണ ശൈലി എന്ന് ഇമാം റാസി രേഖപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് കേട്ടു നോക്കൂ. നമ്മുടെ സാമ്പത്തികത്തോട് നമുക്ക് എത്രമാത്രം ഉത്തരവാദിത്തം ഉണ്ടാവണം. കടബാധ്യത ഉള്ള ആള് എത്ര വട്ടം അള്ളാഹുവോട് ദുആ ചെയ്തു, എന്റെ കടം വീട്ടിത്തരണേ എന്ന് ദുആ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു ദുആ പോലും നമ്മുടെ ഉത്തരവാദിത്തത്തിലായിട്ട് എണ്ണിയിരിക്കാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അൻ നബി മുസല്ല അശ്അരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 3 വിഭാഗം ആളുകൾ എത്ര കണ്ട് ദുആ ചെയ്താലും അള്ളാഹു ദുആ സ്വീകരിക്കൂല. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. ഫലാ യുസ്തജാബു ലഹും, ഒരിക്കലും അവരുടെ ദുആക്ക് ഉത്തരമില്ല. അതിൽ ഒന്നാമത്തെ ആള് റജുലുൻ കാനത് തഹ്തഹു ഇംറഅത്തുൻ സയ്യിഅത്തുൽ ഖുലുഖി ഫലം യുതല്ലിഖുഹാ, വ്യഭിചാര സ്വഭാവമുള്ള, വ്യഭിചാരം ഹരമായി കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ വ്യഭിചാരം ശീലമുള്ള, വ്യഭിചാരം പതിവുള്ള പെണ്ണാണ് തന്റെ ഭാര്യ എന്ന് ഭർത്താവിന് പൂർണ്ണമായും ബോധ്യ. എന്നാലും അവളെ ത്വലാഖ് ചൊല്ലി അവൻ ഒഴിവാക്കിയിട്ടില്ല. അവന്റെ മൗനസമ്മതം അവളിലുണ്ട്. ഈ ഭർത്താവ് എത്ര ദുആ ഇരുന്നാലും ഈ വ്യഭിചാരിണിക്ക് ചെലവ് കൊടുത്ത് അവൻ തീറ്റിപ്പോറ്റുന്നതിന്റെ പേരിൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥയെ തൊട്ട് എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം അള്ളാഹു ദുആ സ്വീകരിക്കാത്ത രണ്ടാമത്തെ വിഭാഗം വറജുലുൻ കാന ലഹു അലാ റജുലിൻ മാലുൻ ഫലം യുസ്ഹിദ അലൈഹി, നമുക്ക് മറ്റൊരാളെ നമുക്ക് പണം തരാനുണ്ട്, നമുക്ക് മറ്റു പലരിൽ നിന്നും പണം കിട്ടാനുണ്ട്. ആ കിട്ടേണ്ട പണത്തെക്കുറിച്ച് ഒരു അന്വേഷണമോ അതിന് സാക്ഷികളെ നിർത്തുകയോ ആ പണം തനിക്ക് കിട്ടേണ്ടതാണെന്നും താൻ ചോദിച്ചാലേ കിട്ടൂ എന്ന ഒരു ഉത്തരവാദിത്വമോ അത് ചോദിക്കുന്നതിലോ അത് മേടിച്ചെടുക്കുന്നതിലോ ഇല്ലാതെ തനിക്ക് കിട്ടേണ്ട പണത്തിൽ പോലും ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്ന ആള് ദ്വാരെന്ന ഉത്തരവില്ലെന്നാ. നമുക്ക് കിട്ടേണ്ട നമ്മുടെ പണം മറ്റൊരാളുടെ കയ്യിൽ പെട്ടിരിക്കാം, അവനാണ് ഒരു ഉഴപ്പനാണെങ്കിൽ പോലും നമ്മുടെ പണം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കില്ല. അപ്പൊ എത്രമാത്രം ഗൗരവമുണ്ട്. മൂന്നാമത്തെ വിഭാഗം റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം വറജുലുൻ അതാ സഫീഹൻ മാലഹു, സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള പക്വതയില്ലാത്ത ആളുടെ കയ്യിൽ പണം കൊടുത്ത് ഏൽപ്പിക്കുന്നവൻ പോയിട്ട് എത്ര ദുആ ഇരുന്നാലും ഉത്തരമില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് നമുക്ക് വേണം, സമ്പത്ത് നമുക്ക് നിലനിൽപ്പിന് വേണം, സമ്പത്ത് വർദ്ധിക്കണം, ഹലാലായ രീതിയിൽ ഉണ്ടാവണം, ഹലാലായ രീതിയിൽ ചെലവ് ചെയ്യണം. ഇത് വലിയൊരു ദൗത്യമാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ ആഖിറം നേടാനുള്ള ജിഹാദിനെ കുറിച്ചുള്ള ഒരു വിളംബരം വന്നു. ജിഹാദ് എന്ന് പറയുന്നത് വാളെടുത്തുകൊണ്ടുള്ള ജിഹാദ് മാത്രമല്ല, ആഖിറം നേടാനുള്ള ഒരു ജിഹാദിനെ കുറിച്ചുള്ള ഒരു വിളംബരം വരികയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സഫിന്റെ 10-ാമത്തെ ആയത്താണ് അതിനു വേണ്ടി അവതരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജികും മിൻ അദാബിൻ അലീം. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ആഖിറത്തിലെ ശിക്ഷ ഒഴിവായി കിട്ടുന്ന ഒരു കച്ചവടം ഭൂമിയിൽ ചെയ്യേണ്ടതുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ, അറിയിച്ചു തരട്ടെ. ആഖിറത്തിലുള്ള വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് ഒഴിവാവണമെങ്കിൽ ഭൂമിയിൽ ഒരു പ്രത്യേക തരം കച്ചവടമുണ്ട്, അത് നിങ്ങൾ ചെയ്താൽ മതി. ആ കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ഈ ആയത്ത് അവതരിച്ചു. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ നസലത്ത്, ഈ ആയത്ത് ഇങ്ങനെ അവതരിച്ച് നിൽക്കാണ്. ആഖിറത്തിലെ ശിക്ഷ ഒഴിവായി കിട്ടാൻ വേണ്ടി ഭൂമിയിൽ നിങ്ങൾ നടത്തേണ്ട ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇത്രയും പറഞ്ഞ ആയത്ത് നിൽക്കാം. സൂറത്ത് സഫിന്റെ 10-ാമത്തെ ആയത്ത്. അപ്പോൾ മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങ് പറയാൻ തുടങ്ങി, ലൗ അലിംനാ മാ ഹാദിഹി തിജാറ, ഈ കച്ചവടം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിൽ, ഞങ്ങൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ, ലഅഅ്തൈനാ ഫീഹൽ അംവാല വൽ അഹ്ലീന, ഞങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ ഞങ്ങളുടെ സർവ്വസമ്പത്തും ഈ കച്ചവടത്തിലേക്ക് ഞങ്ങൾ ഇറക്കി വിടുമായിരുന്നു. ഞങ്ങളുടെ കുടുംബസമേതം സർവ്വസമ്പത്തുമായി ആ കച്ചവടത്തിന് ഞങ്ങൾ ഇറങ്ങും. കാരണം ആ കച്ചവടം ആഖിറത്തില് ഞങ്ങൾക്ക് വരാനിരിക്കുന്ന ശിക്ഷയെ തടയുന്ന കച്ചവടമാണെങ്കിൽ ആ കച്ചവടത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ, നിലവിൽ അറിവില്ല അത് ഏത് കച്ചവടമാണ്, ഞങ്ങൾക്ക് ആ കച്ചവടത്തിന്റെ മെത്തേഡ് അറിഞ്ഞിരുന്നെങ്കിൽ കുടുംബസമേതം സർവ്വസമ്പത്തുമായി ഞങ്ങൾ ആ കച്ചവടത്തിന് പോകുമായിരുന്നു. ഇങ്ങനെ സ്വഹാബികൾ പറയാൻ തുടങ്ങി. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ ഈ വ്യാഖ്യാനം ഈ ആയത്തിന്റെ താഴെ കുറിക്കുന്നത് കാണാം. അപ്പോഴാണ് സൂറത്ത് സഫിന്റെ 11-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. ഏതാണ് ആ കച്ചവടം എന്നറിയുമോ? ആ കച്ചവടത്തിന് നിങ്ങൾ കൊണ്ടുപോകേണ്ട മൂലധനം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ ഈമാനുള്ളവരായിട്ട് പോകണം ആ കച്ചവടത്തിന്. നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസവും ഹബീബിനെ കൊണ്ടുള്ള വിശ്വാസവും അന്ത്യനാളിനെ കൊണ്ടുള്ള വിശ്വാസമൊക്കെ വേണം. യഥാർത്ഥ മൂമിനാവണം.
എന്നിട്ട് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവ് ചെയ്യണം, ശരീരം കൊണ്ട് അധ്വാനിക്കണം അള്ളാന്റെ മാർഗത്തിൽ. അതാണ് ആ കച്ചവടത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾക്കത് ഹൈറായി മാറും. അപ്പൊ സമ്പത്ത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുക എന്നത് ഒരു കച്ചവടം പോലെ നാളെ അവിടെ കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സമ്പത്ത് ആഖിറം നേടാനുള്ള ഒരു ജിഹാദായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ആഖിറം നേടാനുള്ള ഒരു ജിഹാദായി സമ്പത്ത് നമ്മുടെ കയ്യിൽ വേണം. അതിന് നമ്മുടെ കടബാധ്യത തീർന്നിട്ട് എപ്പോഴാ 40 വയസ്സായിട്ടും ഇപ്പോഴും വീട് വെച്ചിട്ടില്ല. അനിയനും അനിയന്റെ അനിയനും ഒക്കെ വിവാഹം കഴിഞ്ഞ് മക്കളായി നോക്കി നിൽക്കാ. ജ്യേഷ്ഠൻ വേറെ പോയിട്ടില്ല, ഇതുവരെ വീട് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തിയിട്ടില്ല. കടങ്ങളാണ്, ബാധ്യതകളാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും സാമ്പത്തിക നിയന്ത്രണം തെറ്റിയോടത്താണ് മിക്കവാറും ആളുകൾക്ക് കടം വരാം. അതിന് ആദ്യം തന്നെ ഈ ലോൺ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതങ്ങോട്ട് ഒഴിവാക്കാൻ നമ്മൾ മനഃപൂർവ്വം നികുതി ചെയ്യാം. എല്ലാ സ്ഥലത്തും നമുക്ക് ലോൺ കിട്ടും. ലോൺ കിട്ടാനൊന്നും ഒരു പ്രയാസമില്ല. ലോണിനെ പരമാവധി ആശ്രയിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നിടത്ത് അള്ളാന്റെ സഹായം ഇല്ലാതെ പോവാം. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്റെ വിഷയം ഇങ്ങനെ സാമ്പത്തിക വിഷയത്തിൽ ഒരു ദുആ പറയുക എന്നുള്ളതാണ്. റജബ് മാസത്തിൽ ആ ദുആ നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ചെലവ് ചുരുക്കി ജീവിക്കാൻ നമുക്ക് ആർക്കും അറിയില്ല എന്നൊരവസ്ഥയിലേക്ക് ഓരോ ദിവസവും നമ്മെ കൊണ്ടുപോവുകയാണ്. ചെലവ് ചുരുക്കി ജീവിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ പൂർവികരെ അനുകരിക്കാൻ ഈ വിഷയത്തിൽ നമുക്ക് കഴിയാതെ പോകുന്നു. കൊത്തും കിളയുമായി പാടത്തും പറമ്പിലും ജീവിച്ച ആള് കയ്യിൽ പണം കൊണ്ടല്ല കുടുംബം പുലർത്തിയത്. പണം വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. 6 പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ചു, ഹജ്ജും ചെയ്തു. അവസാനം ഒരു ചെറിയ സമ്പാദ്യം തന്റെ മരണാനന്തര ആവശ്യങ്ങൾക്ക് പോലും നീക്കിവെക്കാൻ കരുതി ജീവിച്ച ഒരു പിതാവിന്റെ ത്യാഗം. ആ പിതാവിനെ പോലെ സമ്പന്നൻ ആരാ ഉള്ളത്? എന്നാൽ ഏറ്റവും വലിയ ഒരു മിസ്കീനെ പോലെ ജീവിക്കുകയും ചെയ്തു. സാമ്പത്തിക രംഗത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നാം എടുക്കേണ്ട ചില വേഷ സംവിധാനങ്ങളൊക്കെയാണിത്. ഏതായാലും ഞാൻ വിശദീകരിക്കുന്നില്ല. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പതിവാക്കി പോന്ന ഒരു ദുആ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് പതിവാക്കിയ ഒരു ദുആ ഉണ്ട്. റജബ് മാസത്തിൽ ആ ദുആ നമ്മുടെ കൂടെ ഉണ്ടാവണം. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമ്മുടെ സാമ്പത്തിക ബാധ്യത ഒഴിവാകും. ഈ ദുആഇന്റെ ഒരു അവതരണ ശൈലി തന്നെ നമ്മെ ഏറെ ചിന്തിപ്പിക്കാണ്. ഈ ദുആഇന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കടം വീട്ടുന്നതിനെ കുറിച്ചുള്ള പ്രാർത്ഥനയായി വന്നിട്ടുള്ളത്. കടം വീട്ടുന്നതിനെ കുറിച്ചുള്ള പ്രാർത്ഥനയായി വന്നിട്ടുള്ള ഈ ദുആഇന്റെ ഭാഗം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമായ ഒരു അവസ്ഥയാണ് നമ്മെ ചിന്തിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ സനാഉകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദുആയാണിത്. എന്നിട്ട് സനാഇന്റെ ഒക്കെ അവസാനമാണ് ഒരു ചെറിയൊരു ആവശ്യമായി ഈ ദുആ മുന്നിട്ട് വരുന്നത്. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാണ്. 7 ആയത്തുകളിൽ ആദ്യത്തെ 5 ആയത്തും റബ്ബിന്റെ സനാ ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് സർവ്വസ്തുതിയും അർപ്പിക്കുകയാണ്. അർ-റഹ്മാനിർ റഹീം, അള്ളാഹു കാരുണ്യവാനാണെന്ന് സമ്മതിക്കാണ്. മാലികി യൗമിദ്ദീൻ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സർവ അധികാരവും ഉപയോഗപ്പെടുത്തുന്നവനും പ്രത്യേകിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന നാളിലെ യജമാനനാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഒരു മനുഷ്യൻ റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ഒരു വലിയ പ്രതിജ്ഞ ചെയ്യാൻ, അവനെ മാത്രം ആരാധിക്കുന്നു, അവനോട് മാത്രം സഹായം തേടുന്നു എന്ന രീതിയിൽ അടിസ്ഥാനപരമായ സഹായങ്ങൾ അള്ളാഹുവോട് മാത്രം. എല്ലാ സഹായവും ലഭിക്കുന്നത് ആരിൽ നിന്നാണെങ്കിൽ പോലും അതിന്റെ അടിസ്ഥാനം അള്ളാഹുവിൽ നിന്നാണ്. ഒരു വലിയ വിശ്വാസത്തെ അവിടെ പങ്കുവെക്കാണ്. ഇവിടെ ഇത്രയും ആയത്തുകൾ, ഈ 5 ആയത്തുകൾ റബ്ബിന്റെ സനാ ആണ്. എന്നാൽ ഒരു ദുആയാണ് 6ാമത്തെ ആയത്ത്. 6ാമത്തെ ആയത്ത് ദുആയാണ്, 7ാമത്തെ ആയത്ത് അതിന്റെ വിശദീകരണമാണ്. ഈ ദുആയാകുന്ന 6ാമത്തെ ആയത്തിന്റെ പ്രാധാന്യമാണ്. അതിനു മുമ്പ് 5 സനാ കൊണ്ട് ഈ 6ാമത്തെ ആയത്തിനെ അള്ളാഹു അലങ്കരിച്ചു, പ്രാധാന്യവൽക്കരിച്ചു എന്നുള്ളത്. ഈ 6ാമത്തെ ആയത്തിൽ ആ ആവശ്യം ദുആയായി ഉന്നയിക്കുന്നതിന് മുമ്പ് 5 ആയത്ത് അതിന് മുമ്പ് റബ്ബിനെ പ്രകീർത്തിക്കലായിരുന്നു. അള്ളാഹുവിനെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ട് അള്ളാഹുവോട് 6ാമത്തെ ആയത്തിലൂടെ ആവശ്യം പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ഘടന അതാണ്. ലോകത്തെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ ചൊവ്വായ വഴിയിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ എന്നത്. മഹാന്മാരായ അമ്പിയാക്കള് സൂറത്തുൽ ഫാത്തിഹ അവതരിപ്പിച്ചിട്ടുള്ള ഈ പ്രാർത്ഥനയുടെ രീതി തന്നെ അവലംബിച്ചാണ് അവരും പ്രാർത്ഥിച്ചിട്ടുള്ളത്.
മഹാനായ സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ടല്ലോ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന പ്രാർത്ഥന പറയുന്നതിന് മുമ്പ് അതിന്റെ മുന്നേ സനാ പറഞ്ഞു. സനാ എന്ന് പറഞ്ഞാൽ റബ്ബിനോടുള്ള പ്രകീർത്തനം. റബ്ബിന്റെ പ്രകീർത്തനത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്തിട്ട് ഒരു പ്രാർത്ഥന അതിന് ശേഷം പറയുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. റബ്ബിന്റെ സനാഇന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ദുആയാണ് കടം വീടാൻ വേണ്ടി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദുആ. എല്ലാ രാത്രിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയിരുന്നു എന്നൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. കടം വീടാൻ പരിശുദ്ധമായ റജബ് മാസത്തിലെങ്കിലും എൻ്റെ സഹോദര ഈ ദുആ ജീവിതത്തിൽ ചേർത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് നമുക്ക് കടന്നു വരാം. കടം വീടാൻ റബ്ബിന്റെ സനാ നിറഞ്ഞു നിൽക്കുന്ന ഈ ദുആ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ദുആ, അതിലേക്ക് കടന്നു വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അലീം. റബ്ബനാ വറബ്ബ കുല്ലി ശൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവാ ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل شيء أنت آخذ بناصيته اللهم أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عنا الدين وأغننا من الفقر اقض عنا الدين وأغننا من الفقر. ഇത്രയേ ഉള്ളൂ ദുആ. അത് പറയുന്നതിന് മുമ്പ് എത്ര കാര്യങ്ങളാ പറഞ്ഞത്. എന്താണ് ഇതിന്റെ അർത്ഥം? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈ ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അത്ര ഗൗരവമാണ്. കേട്ടോളൂ ദുആ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി. അല്ലാഹുവേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംരക്ഷകനായ അല്ലാഹ്. ആവശ്യം പറഞ്ഞിട്ടില്ല കേട്ടോ. വറബ്ബൽ അർശിൽ അലീം. വലിപ്പം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയ അർശുണ്ടല്ലോ അല്ലാഹുവേ, നിന്റെ മഹോന്നതമായ സിംഹാസനം, അതിന്റെയും അധിപനായ തമ്പുരാനെ. ആവശ്യം പറഞ്ഞിട്ടില്ല, അള്ളാഹനെ പ്രകീർത്തിക്കാണ്. റബ്ബനാ വറബ്ബ കുല്ലി ശൈഇൻ. ഞങ്ങളുടെ രക്ഷിതാവേ, എല്ലാ സൃഷ്ടിചരാചരങ്ങളുടെയും രക്ഷിതാവേ. ഫാലിഖൽ ഹബ്ബി വന്നവാ. ധാന്യത്തെയും വിത്തിനെയും മുളപ്പിക്കുന്ന, അതിനെ പൊളിച്ച് മുളപ്പിക്കുന്ന അല്ലാഹ്. ആവശ്യം പറഞ്ഞിട്ടില്ല കേട്ടോ. വമുനസ്സില തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ. മാനവകുലത്തിന്റെ ഹിദായത്തിനായി തൗറാത്തിനെയും ഇൻജീലിനെയും ഖുർആനിനെയും ഭൂമിയിൽ ഇറക്കിയ അല്ലാഹ്. ആവശ്യം പറഞ്ഞിട്ടില്ല. അഊദു ബിക മിൻ ശർരി കുല്ലി ശൈഇൻ അൻത ആഖിദും ബിനാസിയതിഹി. എല്ലാ ശർറിനെ തൊട്ടും കാവൽ തേടട്ടെ, എല്ലാം നിന്റെ നിയന്ത്രണത്തിലാണല്ലോ അല്ലാഹ്. പടച്ച റബ്ബേ, അല്ലാഹുമ്മ അൻതൽ അവ്വൽ. നീയാണ് ഏറ്റവും ആദ്യത്തവൻ. ഫലൈസ ഖബ്ലക ശൈ. നിന്റെ മുന്നേ നിന്റെ അപ്പുറം ഒന്നും നിന്നേക്കാളും മുന്നയില്ല അല്ലാഹ്. ഏറ്റവും ആദ്യത്തവൻ നീയാണ്. വ അൻതൽ ആഖിർ. എന്നും ശേഷിച്ചിരിക്കുന്നവനും നീയാണ്. ഫലൈസ ബഅദക ശൈ. നിന്റെ അപ്പുറത്തേക്ക് ഇനി ആരും ശേഷിച്ചിരിക്കാനില്ല അല്ലാഹ്. ആവശ്യം പറഞ്ഞിട്ടില്ല കേട്ടോ. വ അൻതൽ ളാഹിറു.
അല്ലാഹുവേ, എല്ലാം പ്രകടമായും പ്രത്യക്ഷമായും ബോധ്യപ്പെടുന്നവനും അറിയുന്നവനും നീയാണ്. നിന്നേക്കാൾ അപ്പുറം അറിയുന്നവൻ ആരുമില്ല. ആവശ്യം പറഞ്ഞിട്ടില്ല. ഉള്ളിന്റെ ഉള്ളിലുള്ളത് മുഴുവനും അറിയുന്ന അല്ലാ, നിന്നേക്കാൾ അപ്പുറം അത് അറിയുന്നവൻ വേറെയില്ല അല്ലാ. ഇത്രയും അള്ളാനെ പ്രകീർത്തിച്ചിട്ട് ഇനി പറയാൻ ആവശ്യം, പടച്ചോനെ ഞങ്ങളുടെ കടങ്ങൾ വീട്ടണേ അല്ലാ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ തമ്പുരാനെ. പടച്ചറബേ, ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ അല്ലാ. ഈ ദുആ നമുക്ക് വേണമല്ലോ. ഈ ദുആ ഇല്ലാതെ എങ്ങനെ നമ്മുടെ സാമ്പത്തിക രംഗം ഭദ്രമാക്കാൻ നമുക്ക് കഴിയും? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ പല തരത്തിലുള്ളതായ അവസ്ഥകൾ നാം കാണുന്നുണ്ട്. ആ അവസ്ഥകളിൽ മുഴുവനും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരെ കാണുന്നുണ്ട്. രോഗത്തിന്റെ അവസ്ഥ, കല്യാണത്തിന്റെ അവസ്ഥ, വീട് നിർമ്മാണത്തിന്റെ അവസ്ഥ, എല്ലാ അവസ്ഥകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാമ്പത്തികമായി നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സമ്പത്തിന് വില വെക്കാത്തവർ, ഒരു കല്യാണം നടത്തുമ്പോൾ എത്രയോ കിൻഡൽ കണക്കിന് ഭക്ഷണം കുഴിച്ചു മൂടുന്നവർ, ആർഭാടപൂരിതമായ വിവാഹങ്ങളും ആർഭാടമായ സദ്യകളും ആർഭാടപൂരിതമായ ആഘോഷങ്ങളുമൊക്കെ നടത്തുന്നവർ ഈ ഭൂമിയിലുണ്ട്. മനസ്സിലാക്കി വെച്ചോളൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഒരു ഹദീസ് കാണാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതായി, മാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഅ. 4 ചോദ്യത്തിന് ഉത്തരം പറയാതെ മഹ്ശറയിൽ കാല് പറിച്ചു മാറ്റാൻ പറ്റൂല. ഒന്നാമത്തെ ചോദ്യം അവന്റെ ആയുസ്സിനെ കുറിച്ച്, എങ്ങനെ ചെലവ് ചെയ്തു എന്ന്. രണ്ടാമത്തെ ചോദ്യം യൗവനത്തെ എങ്ങനെ ചെലവ് ചെയ്തു എന്ന്. മൂന്നാമത്തെ ചോദ്യം അവന്റെ ഇൽമ് അവൻ എങ്ങനെ ചെലവ് ചെയ്ത് അമലാക്കി അവൻ പ്രചരിപ്പിച്ചു എന്ന്. നാലാമത്തെ ചോദ്യം അവൻ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവ് ചെയ്തു എന്ന്. നാലാമത്തെ ചോദ്യം 2 ഇതളുകളായി പോവുകയാ. ഒന്ന് സമ്പാദിച്ചതെങ്ങനെ, ചെലവ് ചെയ്തതെങ്ങനെ. സമ്പത്തിനെ പറ്റിയുള്ള ചോദ്യമാണ് നാലാമത്തെ ചോദ്യം. അള്ളാഹു നമുക്ക് നല്ലോണം മറുപടി പറയാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ സാമ്പത്തിക രംഗത്ത് റജബ് മാസത്തിൽ ഈ ദുആ നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും. ആ ദുആ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ, പാപങ്ങൾ പൊറുക്കണമല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് രോഗികൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ രോഗികൾ ഒരുപാട് ഏൽപ്പിച്ചിട്ടുണ്ട്, ശിഫ നൽകണേ അല്ലാ. വാട്സാപ്പിലും മറ്റുമായി ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചവരുണ്ട്. അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അള്ളാഹുവെ, കമന്റ് ബോക്സിലും മറ്റും ദുആ വസിയത്ത് പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അള്ളാഹുവെ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ എല്ലാ നിലക്കുമുള്ള സന്തോഷം എത്തിക്കണം. എല്ലാവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. അബദ്ധ മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. അള്ളാഹുവെ, ജീവിതത്തിൽ നീ തന്ന എല്ലാത്തിലും ഐശ്വര്യവും ബർക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർ, പലയിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിൽ ഞങ്ങൾ ഈ പറഞ്ഞ നല്ല കാര്യത്തിന്റെ മിഥില് തവാബ് എത്തിക്കണേ അല്ലാ. അവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ. വിദേശത്തേക്ക് പോവാൻ
പോവാൻ ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി ശ്രമിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് റബ്ബേ ഖൈറിന്റെ വഴികളൊക്കെ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ശാരീരിക അസ്വസ്ഥതകൾ, കാലുവേദന, മുട്ടുവേദന, മറ്റു പ്രയാസങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും രോഗമുള്ളവരും വേദന ഉള്ളവരും ഒക്കെയാണ്. അല്ലാഹുവേ എല്ലാവർക്കും പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ നിർബന്ധമായവർക്ക് അത് നിർവഹിക്കാത്ത മരണം നീ തരല്ല തമ്പുരാനെ. അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ചു മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ജീവിതത്തിൽ എല്ലാ സന്തോഷത്തിലും നീ ഞങ്ങളെ നിലനിർത്തണേ അല്ലാ. ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടവരിൽ ചേർക്കണേ അല്ലാ. ഹറാമുകളിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണേ അല്ലാ. ഹറാമിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പരീക്ഷാഭിമുഖീകരിക്കേണ്ട മക്കൾക്ക് റബ്ബേ എല്ലാ വഴികളും എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മക്കൾക്ക് അനുയോജ്യമായ ജോലി എത്തിക്കണേ അല്ലാ. വീട് പണിതുകൊണ്ടിരിക്കുന്നവർ, വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ, വീട് പണിയുമായി ബന്ധപ്പെടുന്നവർ എല്ലാ വഴികളും നീ ഫതഹ് സലാമത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ വിവാഹപ്രായമായവരുടെ വിവാഹ ആലോചനകളും അനുബന്ധമായ കാര്യങ്ങളും നീ എളുപ്പമാക്കണം അല്ലാ. അല്ലാഹുവേ അടുത്ത ദിവസങ്ങളിലായി നടന്നു കാണേണ്ട ഒരുപാട് ആവശ്യങ്ങൾ നടക്കാനും ഭംഗിയാവാനും വേണ്ടി പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അതെല്ലാം നീ ഭംഗിയാക്കി കൊടുക്കണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.